ഓം ഹരി ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരവേ നമഃ. ശബരിയാശ്രമപ്രവേശം. ഗന്ധർവനേവം ചൊല്ലിമറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്ന് ചാരുത ചേർന്ന് ശബരിയാശ്രമമോകം പൂക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്തിയ സംവദിച്ചത് പാദാംഭൂരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാസ്വനേത്രങ്ങളോടും അവളും ആനന്ദം ഉൾക്കൊണ്ട് പാദ്യാർഘ്യാസനാദികളാലേ പൂജിച്ചു കൽപാദ തീർത്ഥാഭിഷേകവും ചെയ്ത് ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൾ. പൂജയും പരിഗ്രഹിച്ച് ആനന്ദിച്ചിരുന്നത് രാജീവനേത്രന്മാരാൻ രാജനന്ദനന്മാരും അന്നേരം ഭക്തി പൂണ്ട് തൊഴുതു ചൊന്നാളവൾ ധന്യയായി വന്നേനഹമിന്ന് പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടുമാണ് അന്ന് ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നത്. പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും എന്നോട് ചൊന്നാരവരേത് മേഘേതിയാതെ ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം പന്നകഛായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചത് രാക്ഷസവതാർത്ഥമായി നമ്മയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കിൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്ക് രാഘവൻ എന്നാൽ അവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്ന് നൂനം വന്നിതവണ്ണം ഗുരുപാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്ത് നിന്തിരുവടിയെയും ധ്യാനിച്ച് വസിച്ച് ഞാൻ ശ്രീപാദം കണ്ടുകൊള്ളുവാൻ ഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നില്ലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാനും അവകാശം വന്നത് മഹാഭാഗ്യം. തൃക്കഴലിണകൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിങ്കറിയപ്പോക ദയാനിധേ. രാഘവനത് കേട്ട് ശബരിയോട് ചൊന്നാൻ ആകുലം കൂടാതെ ഞാൻ പറയുന്നത് കേൾവി. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം ഭജനത്തിന് ജഗത്രയെ ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദിതബോധാന വേദാധ്യയന ക്ഷേത്രോവാസ യാഗാദി അഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒഴിഞ്ഞുകൊണ്ട് ഒന്നുകൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ച് ഞാൻ ചൊല്ലിയിടുവൻ ഉത്തമേ കേട്ടുകൊള്ളുക. മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഘം. പിന്നെ മൽക്കഥാലാപം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേരണം. പിന്നെ മത്വചോ വ്യാഖ്യാതൃത്വം. മൽക്കലാജാതാചാര്യോപാസനം. അഞ്ചാമതും പുണ്യശീലത്വം. നിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ള. ആറാമതും മന്മന്ത്രോപാസകത്വം. ഏഴാമതെട്ടാമതും മംഗലശീല കേട്ട് ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതി ഉണ്ടാകുകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കുകയും സർവലോകാത്മാ ഞാൻ എന്നെപ്പോഴും ഉറയ്ക്കുകയും മത്തത്വവിചാരം കേൾ. ഒമ്പതാമത് ഭദ്രേ
ചിത്തശുദ്ധിക്ക് മൂലമാദി സാധനം നൂനം ഉക്തമായതു ഭക്തി സാധനം നവവിധമുത്തമേ ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ തിര്യജ്ഞോ നിജങ്ങൾക്കെന്നാകിലും മൂഢമാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനേ മമ തത്വാനുഭൂതിയുണ്ടാ. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും. തത്ര ജന്മനി മർത്യന് ഉത്തമ തപോധനേ. തത്ര ജന്മനി മർത്യൻ ഉത്തമ തപോധനേ. ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ. ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. ഭാഗവതാഢ്യേ ഭഗവൽ പ്രിയേ മുനിപ്രിയേ. ഭക്തിയുണ്ടാക കൊണ്ട് കാണായി വന്നത് തവ മുക്തിയും അടുത്തത് നിനക്ക് തപോധനെ. ജാനകി മാർഗം അറിഞ്ഞീടിൽ നീ പറയണം കേനവാ നീതാ സീതാമൽ പ്രിയ മനോഹരി. രാഘവവാക്യമേവം കേട്ടൊരു ശബരിയും ആകുലമകലുമാറാതരാൽ ഉര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുപടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർഹം. ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ച് ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം. കൊണ്ടുപോയത് ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ തണ്ടലർമകളെ ഞാൻ. മുമ്പിലാമാറ് കുറഞ്ഞൊന്നു തെക്കോട്ട് ചെന്നാൽ പമ്പയാം സരസിനെ കാണാൻ തൽപുരോഭാഗ്യെ. പശ്യ പർവ്വതവരം ഋഷ്യമുഖാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ. ബാലിയെ പേടിച്ച് സങ്കേതമായ അനുദിനം. ബാലിക്ക് മുനിശാപം പേടിച്ച് ചെന്നുകൂടാ. പാലനം ചെയ്യുക ഭവാനവനെ വഴി പോലെ. സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്ന കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്ത് ഭവൽപാദ പങ്കജത്തോട് ചേർന്ന് കൊള്ളുവാൻ തുടങ്ങുന്നു. പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ. തീർക്കേണം മായാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടിത്തം മുക്ത്വാ ദേഹത്യാഗവും ചെയ്ത് മുക്തിയും സിദ്ധിച്ചത് ശബരിക്കത് കാലം. ഭക്തവത്സരൻ പ്രസാദിക്കലിന്നവർക്കെന്നില്ലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്ന് ധരിക്കണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രധർമ്മധ്യാന കർമാദികളും ദൂരസ്യൻ ത്യജിച്ചു തൻ ഗുരുനാഥോപദേശാൽ. ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോട് ഐക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ. യുദ്ധം ഈശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തത് കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു. രുദ്രാണിയും പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ട് ശങ്കരാജയിച്ച് അരുളന്നിരുന്നരുളി ഞാൻ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ആരണ്യകാന്ഡം സമാപ്തം.
കിഷ്കിന്ധാകാന്ഡം. ശാരിക പൈതലേ ചാരിശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലുനീ ചൊല്ലുവേനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കിഷ്കിന്ധാകാന്ഡം. ശാരിക പൈതലേ ചാരിശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലുവേനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥസൂനു കൗസല്യതനയൻ അവരജൻ തന്നോടും പമ്പാസരസ്ഥടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ട് അരുളിടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല്ല പത്മകൽഹാര കുമുദ നീലോൽപലമണ്ഡിതം ഹംസകാരണ്ഠവ ഷട്പദ കോകില കുക്കുട കോയഷ്ടി സർപ്പസിംഹ വ്യാഘ്രസൂകരസേവിതം പുഷ്പലതാ പരിവേഷ്ടിത പാദപ സൽഫലസേവിതം സന്തുഷ്ടജന്തുകം കണ്ട് കൗതൂഹലം പൂണ്ട് തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തു മന്ദം നടന്നിടിന. ഹനുമത്സവം സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമുഖാദ്രിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ട് വിപ്രലാപത്തോടും സീതാവിരഹം പുറാഞ്ഞു കരകയും ചൂതായുദ്ധാർത്ഥി മുഴുത്തു പറകയും ആധികലർ നടന്നടക്കും വിധോ ഭീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോട് കുതിച്ചു പാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറിയിടിനാൻ. മാരുതിയോട് ഭയന ചൊല്ലിയിടിനാൻ. ആരീ വരുന്നത് ഇരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന. ധീരന്മാരെത്രയുമെന്ന് തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിങ്ങി നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലി. വിക്രമമുള്ളവർ എത്രയും തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നത് ശാപബാണാസ്ത്രങ്ങളുമുണ്ടല്ലോ. നീ ഒരു വിപ്രവേഷം പൂണ്ടവരോട് വായു സുധാ ചെന്ന് ചോദിച്ചറിയണം. വക്രനേത്രാലാപഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചീട് നമ്മുടെ ശത്രുക്കളെങ്കിൽ. അതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്ദസ്മേര സംജ്ഞയ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാരംഭ്യ സാദരം അഞ്ജസാ ചെന്ന് നമസ്കരിച്ചിടിനാൻ. അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം. കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചോരു കാന്തി പൂണ്ടിങ്ങനെ കാണായി നിങ്ങൾ ഇരുവരും ആരെന്നറിയിൽ ആഗ്രഹം ഉണ്ടത് നേരെ പറയണമെന്നോട് സാദരം. ദിക്കുകളാത്മഭാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്ന് തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസീ സദൈവമേ. വിശ്വൈകവീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റതന്യേ വിശ്വൈക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നത് ലീലയാ ഭൂപാരനാശാനാർത്ഥം പരിപാലനത്തിന് ഭക്താനാം മഹീതലേ വന്നു
രാജന്യവേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ, പൂർണ്ണഗുണവാന്മാർ, കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങള് ഉദ്യതൗലീലയാ നിത്യസ്വതന്ത്രന്മാർ, മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിൽ ഇന്ന് തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ, പശ്യ സഖേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രമനേന ശ്രുതം. ഇല്ലരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടുനിർണയം മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനം എന്നുടെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്രതനയൻ, ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ, കേൾക്ക നീ ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ, താതനിയോഗേന കാനന സീമനിയാതന്മാരായി തപസ് ചെയ്തിടുവാൻ ദണ്ഡകാരണ്യെ വസിക്കുന്ന നാൾ അതിചണ്ഡനായ ഒരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു, കണ്ടിലവളെ ഒരിടത്ത് നിന്നിഹ കണ്ടുകിട്ടി നിന്നെ നീ ആരെടൂ സഖേ. ചൊല്ലിയിടുകന്നത് കേട്ട ഒരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നത് അത്ര രഘുപതേ, മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ, സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരനുഗ്രനാട്ടി കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നത് കാത്മജൻ ഞാൻ, അവൻ തന്നെ ഭൃത്യനായുള്ള ഒരു വാനരൻ വായുതനയൻ മഹാമതേ. ഋഷ്യമൂകാചലം സങ്കേതമായി വന്ന് വിശ്വാസമോടിരിക്കുന്നത് ആർക്കാത്മജൻ ഞാൻ, അവൻ തന്നെ ഭൃത്യനായുള്ള ഒരു വാനരൻ വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാൻ അഞ്ജനാത്മജൻ, ആമയം തീർത്ത് രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ, വേല ചെയ്യാമതിനാവോളം ആശ ഞാൻ, ആലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസെങ്കിൽ എഴുന്നള്ളുകൾ താപമെല്ലാം അകലും ദയാനിധേ. എന്നുണർത്തിച്ചു നിജാഗ്രതി കൈക്കൊണ്ട് നിന്നു തിരുമുമ്പിലാം മാറുമാരുതി. പോകമസ്കന്ധമേറിയിടുവിൻ നിങ്ങളാകുല ഭാവമകല കളഞ്ഞാലും, അപ്പോൾ ശബരി തൻ വാക്കുകൾ ഓർത്തു കണ്ടുൽപ്പല നേത്രൻ അനുവാദവും ചെയ്തു. സുഗ്രീവ സഖ്യൻ. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാമാറെടുത്തങ്ങ് നടന്നത് മാരുതി. സുഗ്രീവ സന്നിധവും കൊണ്ടു ചെന്നിടിനാൻ. വ്യഗ്രം കളകനീ ഭാസ്കര നന്ദന, ഭാഗ്യമഹോ ഭാഗ്യമൂർത്തോളം എത്രയും. ഭാസ്കര വംശസമുൽഭവന്മാരായ രാമണൻ ലക്ഷ്മണനാകും അനുജനും കാമദാനാർത്ഥം ഇവിടേക്ക് എഴുന്നള്ളി. സുഗ്രീവനോട് ഈ വണ്ണം പറഞ്ഞ് അദ്രീശ്വരാഗ്രേ മാതരിച്ഛായാതലേ തഥാ വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്ത ചേതസാ നിന്നരുളിയിടിനാൻ. വാതാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ട് നീതിയോട് അർക്കാത്മജനോട് ചൊല്ലിനാൻ. ഭീതി കളക നീ മിത്രഗോത്രേ വന്നു ജാതന്മാരായ ഒരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാർ
എഴുന്നള്ളിയതാരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്ന് വന്ദിച്ച് സഖ്യം ചെയ്ത് ഭാഗവത പ്രിയനായി വസിച്ചിടുക. പ്രീതനായ ഒരു സുഗ്രീവനും അന്നേരമാദരപൂർവമുദ്ധായ സസംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ വിഷ്ടപനാഥനിരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിലിട്ടാൻ. അത് നേരം ഇഷ്ടനാം മാരുതി ലക്ഷ്മണനും ഓടിച്ചിട്ടത് കണ്ട് സൗമിത്ര സുഗ്രീവനും പുഷ്ടമോദാലോടിച്ചിട്ട് അരുളീടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാൻ. നഷ്ടമായി വന്നത് സന്താപസംഘവും. മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചത് നേരം ധീരനാമാദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിയിടിനാൻ. നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം. ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതും ഇത് നിരൂപിച്ച് ഖേദിക്കരുത്. ആദികളൊക്കെ അകറ്റുവാൻ നിർണയം. ഏതും ഇത് നിരൂപിച്ച് ഖേദിക്കരുത്. ആദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്ത് ദേവിയും കൊണ്ടുപോരുന്നതുണ്ട് ഞാനൊരവസ്ഥ കണ്ടേനൊരു നാളത്. മാനവവീര തെളിഞ്ഞു കേട്ടിയിടണം. മന്ത്രിമാർ 4 പേരും ഞാനുമായി അചലാന്തേ വസിക്കുന്ന കാലം ഒരു ദിനം പുഷ്കരനേത്രയായ ഒരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരണതു നേരം അസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനയായി രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവൾ എന്നതേ വരൂ. ഉത്തമയായവൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്കെ കണ്ട നേരം പരവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൾ. ഞാനത് കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേനത് കാണണമെങ്കിലോ കണ്ടാലും. ജാനകി ദേവി തന്നെ ആഭരണങ്ങളോ മാനവവീര ഭവാൻ അറിയാമല്ലോ എന്ന് പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മനവൻ തൻ തിരുമുമ്പിൽ വെച്ചിടിനാൻ. അർണോജനേത്രനെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ച് എന്നെ കണക്കെ പിരിഞ്ഞതോ നിങ്ങളും തന്വങ്കിയാകിയ വൈദേഹിയോടെയോ. സീതേ ജനകാത്മജേ മമോല്ലഭേ നാഥേ നളിനദലായതലോചനേ. രോദനം ചെയ്ത് വിഭൂഷണ സഞ്ജയമാതിപൂർവം തിരുമാറിലമുഷ്ടിയും പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞത് ലക്ഷ്മണൻ. ദുഃഖിയായി കേതുമേ രാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച അംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം. പ്രസീത പ്രഭോ ഹരേ. സുഗ്രീവനും പറഞ്ഞാനത് കേട്ടുടൻ വ്യഗ്രിയായി കേതുമേ രാവണൻ തന്നെയും നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം. ധരിത്രീപദേ വിഭൂ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകൾ ഇങ്ങനെ തൽക്ഷണം കേട്ട് ദശരഥപുത്രനും ദുഃഖവും ഒട്ടു ചുരുക്കി മരുവിനാൻ. മർക്കട ശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും പാർത്ത് ചെയ്യിപ്പിച്ചു സഖ്യവും. സുഗ്രീവ രാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു. പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞ് ഉത്തമാംഗമായ ശൈലാഗ്രേ മരുവിനാ. ബാലിയും താനും പിണക്കമുണ്ടായതൻ മൂലമെല്ലാം ഉണർത്തിച്ച്
അരുളിയിടിനാൻ. ബാലി സുഗ്രീവ കലഹ കഥ. പണ്ടു മായാവി എന്നൊര സുരേശ്വരനുണ്ടായത്. മയൻ തന്നുടെ പുത്രനായി യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരേ. കിഷ്കിന്ധയാമ്പുരി ബുക്ക് വിളിച്ചത് മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നത് കേട്ട് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ പുഷ്ടികൾ കൊണ്ട് താടിച്ചു കൊണ്ടതേത്തു. ദുഷ്ടനാം ദൈത്യേനും പേടിച്ച് മണ്ടിനാൻ. വാനരശ്രേഷ്ഠനും എത്തിയിടിനാൻ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ഞാനും അത് കണ്ടു ചെന്നിത് പിന്നാലെ ദാനവൻ ചെന്ന് ഗുഹയിൽ ഉൾപുക്കിയത്. വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ, ഞാൻ ഇതിൽ പുക്കിവൻ തന്നെ ഒടുക്കുവൻ. നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിലസുരൻ മരിച്ചിടും ചോര വരികയിൽ അടച്ചുപോയി വാഴുക നീ. യുദ്ധം പറഞ്ഞതിൽ പുക്കിയത് ബാലിയും തത്ര വിലദ്വാരി നിന്നേൻ അടിയനും. പോയത് കാലം 1 മാസം എന്നിട്ടും ആഗതനായതുമില്ല കപീശ്വരൻ. വന്നിത് ചോര വിലമുഖം തന്നിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാനെന്നുറച്ചത് ഞാനും തഥാ ദുഃഖം ഉൾക്കൊണ്ട് കിഷ്കിന്ധ ബുക്കീടിനേൻ. മർക്കടവീരരും ദുഃഖിച്ചതു കാലം വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്ക് ചെയ്തിടിന. ചെന്നിത് കാലം കുറഞ്ഞെന്ന് പിന്നെയും വന്നത് ബാലി മഹാബലവാൻ. അതാ കല്ലിട്ട് ഞാൻ വിലദ്വാരം അടച്ചത് കൊല്ലുവാൻ എന്നോർത്ത് കോപിച്ചു ബാലി. കൊല്ലുവാൻ എന്നോടടുത്തു ഭയന ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാഞ്ഞെന്നും. നീളെ നടന്നുഴന്നിടും ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിനാൽ ഋഷ്യമൂകാചലെ വന്നിരുന്നീടിനേൻ. വിശ്വാസമോട് ഞാൻ വിശ്വനാഥ വിഭോ മൂഢനാമ്പായി പരിഗ്രഹിച്ചിടിനാൻ. മൂഢരാഗം മമ വല്ലഭ തന്നെയും. നാടും നഗരവും പത്നിയും എന്നുടെ വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വൽപാദ പങ്കേരുഹ സ്പർശ കാരണാൽ ഇപ്പോൾ അതീവ സുഖവും ഉണ്ടായി വന്നു. മിത്രാത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ. തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം മടക്കിത്തരുവൻ ഞാൻ. സത്യമിത് രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടെളിഞ്ഞൊരു ഭാനുതനയനും ഇങ്ങനെ ചൊല്ലിനാൻ. സർവലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ട് നിർണയം. ഇല്ലവനോളം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹു പരാക്രമം. ദുന്ദുഭ്യാകും മഹാസുരൻ വന്ന് കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി യുദ്ധത്തിനായി വിളിച്ചൊരു നേരത്ത് അതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃംഗം പിടിച്ച് പതിപ്പിച്ച് ഭൂമിയിൽ ഭംഗം വരുത്തി ചവിട്ടിപ്പറിച്ചുടൻ. ഉത്തമാംഗത്തെ ചുഴറ്റിയെറിഞ്ഞതു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ ബാലി പോന്ന് ഋഷ്യമൂകാചലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരിപൂക മത്വാക്യ ഗൗരവാൽ എന്ന് ശപിച്ചത് കേട്ട് കവീന്ദ്രൻ വന്നു തുടങ്ങി ഇവിടെ വരുവിയില്ല. ഞാനും അതുകൊണ്ട് ഇവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുഭിതന്റെ തലയിത് കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നത് ഭവാൻ. ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തന് ഒന്നുകൂടും കവിവീരനെ നിർണയം. എന്നത് കേട്ട് ചിരിച്ച് രഘൂത്തമൻ തന്നോട് തൃക്കാൽ പെരുവിരൽ കൊണ്ടത് തന്നെ എടുത്ത് മേൽപോട്ടെറിഞ്ഞീടിനാൻ. ചെന്നു വീണു ദശയോജന പര്യന്തം. എന്നത് കണ്ട് തെളിഞ്ഞു സുഗ്രീവനും തന്നോട് മന്ത്രികളും വിസ്മയപ്പെട്ടു.
നന്നെന്നു പുകഴ്ന്നവർ നന്നായി തൊഴുതു നീടിനാർ. പിന്നെയും അർക്കാത്മജൻ പറഞ്ഞിടിനാർ, മന്നവ സപ്തസാലങ്ങളിവയല്ലോ ബാലിക്ക് മൽപ്പിടിച്ചിടുവാനായുള്ള സാലങ്ങൾ 7 എന്നറിഞ്ഞാലും വൃത്രാരിപുത്രൻ പിടിച്ചിളക്കുന്നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേഴിനും വട്ടത്തിൽ നിൽക്കും ഇവന്റെ ഒരമ്പെയ്തു പൊട്ടിക്കിൽ ബാലിയെ കൊല്ലായി വരും ദൃഢം. സൂര്യാത്മജോക്തികൾ. ഈ ദൃശ്യം കേട്ട ഒരു സൂര്യാന്വയോത്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്ത് ചെയ്തരുളിടിനാൻ. ചാപം കുഴിയെ കുലച്ചൊരു സായകം ശോഭയോടെ തൊടുത്ത് എയ്തരുളിടിനാൻ. സൂര്യാത്മജോക്തികൾ. ഈ ദൃശ്യം കേട്ടൊരു സൂര്യാന്വയോത്ഭൂതനാകിയ രാമനും ചാപം കുഴിയെ കുറിച്ചൊരു സായകം ശോഭയോടെ തൊടുത്തെയ്ത് അരുളിയിടിനാൻ. സാലങ്ങൾ 7 പിളർന്ന് പുറപ്പെട്ടു ശൈലവും ഭൂമിയും ഭേദിച്ച് പിന്നെയും ബാണം ജ്വലിച്ച് തിരിച്ചു വന്നാശു തൻ തൂണീരമൻപോട് പുക്കോരനന്തരം വിസ്മിതനായൊരു ഭാനുതനയനും സസ്മിതം കൂപ്പിത്തൊഴുത് ചൊല്ലിടിനാൻ. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരുവടി നിർണയം പണ്ട് ഞാൻ ചെയ്ത ഒരു പുണ്യഫലോദയം കൊണ്ട് കാണുവാനും എനിക്ക് യോഗം വന്നു. ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവൽപദം. മോക്ഷതനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. പുത്രധാരാർത്ഥ രാജ്യാദി സമസ്തവും വ്യർത്ഥമത്രേ തവ മായാവിരചിതം. ആകയാൽ മേ മഹാദേവ ദേവേശ മറ്റാകാംക്ഷയില്ല ലോകേശ പ്രസീദമേ. വ്യാപ്തമാനന്ദാനുഭൂതികരം പരം പ്രാപ്തോഹമാഹന്ത ഭാഗ്യഫലോദയാൽ മണ്ണിനായൂഴി കുഴിച്ച നേരം നിധി തന്നെ ലഭിച്ചതുപോലെ രഘുപതേ ധർമ്മദാന വ്രത തീർത്ഥ തപക്രതു കർമ്മപൂർത്തേഷ്ട്യാദികൾ കൊണ്ടൊരുത്തനും വന്നുകൂടാ ബഹു സംസാരനാശനം നിർണയം ത്വൽപാദ ഭക്തി കൊണ്ട് എന്നിയേ. ത്വൽപാദ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും ത്വൽകൃപാബലം യാതൊരുത്തന് ചിത്തം നിന്തിരുവടി പാദാംബുജത്തിൽ ഇളകാതുറയ്ക്കുന്നു. കാൽക്ഷണം പോലും എന്നാകിലവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനമനർത്ഥതം. ചിത്തം ഭവാങ്കലുറയ്ക്കാകിലും അതിഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേററ്റ് നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. മദ്യപനെങ്കിലും ബ്രഹ്മജ്ഞനെങ്കിലും സദ്യോ വിമുക്തനാം നാമജപത്തിനാൽ ശത്രുജയത്തിലും ദാരസുഖത്തിലും ചിത്തേയൊരാഗ്രഹമില്ല എനിക്കേതുമേ. ഭക്തി ഒഴിഞ്ഞു മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാനിധേ. ത്വൽപാദ ഭക്തിമാർഗോപദേശം കൊണ്ട് മൽപാപമുൽപ്പാടയ ത്രിലോകീപതേ. ശത്രുമധ്യസ്ഥമിത്രാദിഭേദഭ്രമം ചിത്തത്തിൽ നഷ്ടമായി വന്നിതു ഭൂപതേ. ത്വൽപാദ പത്മാവലോകനം കൊണ്ടെനിക്കുൽപ്പന്നമായിതു കേവലജ്ഞാനവും പുത്രധാരാദി സംബന്ധമെല്ലാം തവ ശക്തിയാം മായാപ്രഭാവം ജഗൽപദേ. ത്വൽപാദ പങ്കജത്തിങ്കൽ
ഉറയിക്കണം എപ്പോഴും ഉൾക്കാമ്പെനിക്ക് രമാപതേ. ത്വന്നാമ സങ്കീർത്തന പ്രിയയാകേണം എന്നുടെ ജിഹ്വ സദാ നാണമെന്നിയേ. ത്വച്ചരണാംഭോരുഹങ്ങളിൽ എപ്പോഴും അർച്ചനം ചെയ്യായേ വരിക കരങ്ങളാൽ. നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരികിൽ നിന്നുടെ ചാരുരൂപങ്ങൾ കാണായി വരികെന്നുടെ കണ്ണുകൾ കൊണ്ട് നിരന്തരം കർണങ്ങൾ കൊണ്ട് കേൾക്കായി വരണം സദാ നിന്നുടെ ചാരുചരിതം ധരാപതേ. മച്ചരണദ്വയം സഞ്ചരിച്ചീടണമുച്ചിത ക്ഷേത്രങ്ങൾ തോറും രഘുപതേ. ത്വൽപാദ പാംസുതീർത്ഥങ്ങളേൽക്കാകണം എപ്പോഴും അംഗങ്ങൾ കൊണ്ട് ജഗൽപതേ. ഭക്ത്യാ നമസ്കരിക്കായ വരേണം മുഹുരുത്തമാംഗം കൊണ്ട് നിത്യം ഭവൽ പദം. യുദ്ധം പുകഴ്ന്ന സുഗ്രീവനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു പുൽക്കീടിനാൻ. അംഗസംഗം കൊണ്ടിൽ കൽമഷം വേരറ്റ മംഗലാത്മാവായ സുഗ്രീവനെ തഥാ മായയാ തത്ര മോഹിപ്പിച്ചിതന്നേരം കാര്യസിദ്ധിക്ക് കരുണാജലനിധി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീരാമചന്ദ്രായ പരമജഗദ്ഗുരുവേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരി ഓം ഹരി 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 ഹരി ഓം ഹരി.